ടി മുഹമ്മദ് ബഷീർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പോകാം. ആദ്യം പരിപാടികളുമായിട്ട് യോജിക്കാൻ കഴിയുന്ന ആളുകൾ വരികയാണെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുക മാത്രമാണ് ചെയ്യുക. അതതിൻ്റെ വസ്തുത എങ്ങനെയാണെന്ന് വെച്ചാൽ വരട്ടെ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കാണുകയും ചെയ്യാം. നമ്മുടെ സമീപനം ഇതാണ്. നമ്മൾ വരുമ്പോൾ സ്വാഗതം ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. അത് പിന്നെ അതിൻ്റെ ക്ലാരിറ്റി വരട്ടെ. പക്ഷേ ലീഗിൻ്റെ സമീപനങ്ങൾ എപ്പോഴും തുറന്നൊരു സമീപനമാണ്. അറിയില്ല, അത് അങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് അറിയില്ല. അദ്ദേഹത്തിൻ്റെ പറഞ്ഞതിൽ അങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് പറഞ്ഞില്ല. ഏതായാലും ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനൊരു സമീപം വലിയ വാർത്ത വന്ന സാഹചര്യത്തിൽ അങ്ങനെ സംഭവവികാസം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് സത്യത്തിൽ സന്തോഷമാണ്. ഞങ്ങളതിനെ നല്ല നിലയിലാണ് സ്വാഗതം ചെയ്യുന്നത്. അതെ അതെ, ഞാൻ പറഞ്ഞു. അതെ ഞാൻ അത് കൂട്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ അതും കൂട്ടിയാണ് പറഞ്ഞത്. ഞാൻ കണ്ടു പറഞ്ഞു. അത് നോക്കാം. അതിപ്പോൾ ഏതായാലും മണിക്കൂർ കഴിഞ്ഞിട്ട് റിയൽ ഇലക്ഷൻ റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണ് നല്ലത് തന്നെ എന്ന് പറയാം. അതായത് നമുക്ക് എക്സിറ്റ് പോളുകൾ അങ്ങോട്ട് വരാം മാറി വരാം പറയുന്നത് തന്നെ അതായിക്കൊള്ളുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ ഏതായിരുന്നാലും റിയൽ വോട്ടിങ്ങിൻ്റെ ഒരു 2 ദിവസം കഴിഞ്ഞാൽ വരാൻ പോകല്ലേ. ഇല്ല, അതിപ്പോൾ തങ്ങൾ തന്നെ പ്രസ്താവനകൾ കണ്ടല്ലോ. അതിപ്പോൾ ആ ലെവലിൽ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മളെ ലെവലിൽ അത് ഡിസ്കഷൻ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ എണ്ണതൊക്കെ കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഡിസ്കഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വരുന്ന വാർത്തകളൊക്കെ ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു സംഗതിയിലേക്ക് നമ്മളെ പാർട്ടി ലെവലിലുള്ള ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ഓക്കെ, ലെറ്റസ് എന്താണ് വരാൻ പോകുന്നത് നോക്കാം. അതല്ലാതെ ഇപ്പോൾ നമ്മൾ പാർട്ടി പ്രസിഡന്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളെപ്പോലുള്ള ആളതിൽ അടുത്ത് കയറിയിട്ട് അഭിപ്രായം പറയുന്നതിൽ അസാംഗത്യം. ദേവർഗോവിലിന്റെ റിലീസിൽ പറയുന്നൊരു വരിയാണ്, സമസ്തയെ നശിപ്പിക്കാൻ ഇറങ്ങിയ PMA സലാമിനെ പോലെയുള്ള ആളുകളെ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ്. PMA സലാമിനെ മാതിരി വിമർശനം ഉന്നയിക്കാൻ എന്താണ് അറിയില്ലെന്ന്. അതൊക്കെ അവർ ഓരോ വ്യക്തിയായിട്ട് അതേത് കോൺഗ്രസ് പറഞ്ഞത് അറിയാം. നമ്മളിപ്പോൾ പുറത്ത് റിയാക്ട് ചെയ്യേണ്ടത് ടി മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണമാണ് കണ്ടത്. INLന്റെ ലീഗ് പ്രവേശനം സംബന്ധിച്ച ചോദ്യങ്ങളോട് അദ്ദേഹം മറുപടി പറയുകയായിരുന്നു. അങ്ങനെ ഒരു നീക്കമുണ്ടെങ്കിൽ നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ്ട് പുറത്തു വരുന്ന വാർത്തകൾ, കൊടുത്ത വാർത്തകൾ കൃത്യമായി ശരിവയ്ക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ ചർച്ച നടന്നു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല. ഒപ്പം ഈ എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുമാണ് ഇപ്പോൾ ടി മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.